നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും നോക്കാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. റവാഡ ചന്ദ്രശേഖർ പുതിയ പോലീസ് മേധാവി. ജനങ്ങളെ സേവിക്കാനുള്ള അവസരമെന്ന റവാഡ ചന്ദ്രശേഖർ 24നോട്. കൂത്തുപറമ്പ് വെടിവെപ്പ് സർക്കാരിനെ ഓർമ്മിപ്പിച്ച് പി ജയരാജൻ. കോടതി കുറ്റവിമുക്തനാക്കിയ ഉദ്യോഗസ്ഥനെന്ന് എം വി ഗോവിന്ദന്റെ ന്യായീകരണം. UPSC പട്ടികയിലെ 3 പേരിൽ ഭേദം റവാഡയെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ. കൂത്തുപറമ്പ് വിവാദത്തെപ്പറ്റി പ്രതികരിക്കാനില്ലെന്ന് റവാഡ ചന്ദ്രശേഖർ. പുതിയ DGP നാളെ ചുമതലയേൽക്കും. ഗവർണർ സർക്കാർ പോര് വീണ്ടും കടുത്തു. സുരക്ഷയ്ക്കായി ഗവർണർ ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക വെട്ടി സർക്കാർ. 6 പോലീസുകാരുടെയും 1 ഡ്രൈവറുടെയും സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദാക്കി. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധിച്ചതിൽ സെൻസർ ബോർഡിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. റേപ്പ് വിക്ടിം ആയതുകൊണ്ട് എതിർക്കുന്നതെന്ന് ഹർജിക്കാരൻ. നീതിക്ക് വേണ്ടി പോരാടുന്ന അതിജീവിതയ്ക്ക് ജാനകി എന്ന പേര് നൽകുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് കോടതിയുടെ ചോദ്യം. സിനിമയുടെ പേര് തീരുമാനിക്കാനുള്ള അവകാശം സംവിധായകനെന്നും കോടതി. പ്രദർശനാനുമതി നിഷേധിച്ചതിൽ സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ സിനിമാ സംഘടനകളുടെ പ്രതിഷേധം. തൃശൂരിലെ നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ പ്രതികളായ അനീഷയും ഭവിനും റിമാൻഡിൽ. കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ കുഞ്ഞുങ്ങളുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ്. അനീഷ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയെന്ന് പോലീസ്. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത് പ്രസവത്തിന് സഹായകമായെന്നും മൊഴി. ഗർഭാവസ്ഥ മറച്ചുവെച്ചത് വയറിൽ തുണി കെട്ടിയെന്നും അനീഷ പോലീസിനോട്. കോഴിക്കോട് SFI ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി സ്കൂളിന് അവധി നൽകിയത് വിവാദത്തിൽ. സമ്മേളനത്തോട് സഹകരിക്കണമെന്ന SFI ആവശ്യം പരിഗണിച്ചാണ് അവധി നൽകിയതെന്ന മെഡിക്കൽ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ. അവധി നൽകിയത് 8, 9, 10 ക്ലാസ്സുകാർക്ക്. ഉപവിദ്യാഭ്യാസ ഓഫീസറോട് കോഴിക്കോട് DD റിപ്പോർട്ട് തേടി. DD ഓഫീസിലേക്ക് പ്രതിഷേധവുമായി കേസ്. കേന്ദ്ര സർക്കാരിന്റെ ത്രിഭാഷാ നയത്തിനെതിരായ വിമർശനങ്ങൾക്കിടെ ഹിന്ദി പഠനത്തിന് പ്രാമുഖ്യം നൽകാൻ സംസ്ഥാന സർക്കാരും. 1ാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം തുടങ്ങാൻ ആലോചന. ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുക ലക്ഷ്യമെന്ന വിശദീകരണം. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മഹാരാഷ്ട്രയിൽ ഹിന്ദി 3ാം ഭാഷയാക്കാനുള്ള തീരുമാനം സർക്കാർ പിൻവലിച്ചു. വയനാട് ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ നിർണായക തെളിവായ ഫോൺ കണ്ടെത്തി. ഫോൺ ലഭിച്ചത് മൈസൂരുവിൽ പ്രതിയുമായുള്ള തെളിവെടുപ്പിനിടെ. കേസന്വേഷണം 2 സ്ത്രീകളിലേക്ക്. കണ്ണൂർ ഗുണ്ടൽപേട്ട് സ്വദേശികളായ വനിതകളെ കേന്ദ്രീകരിച്ച അന്വേഷണം. സൗദി അറേബ്യയിലുള്ള മുഖ്യപ്രതി നൌഷാദിനെ കേരളത്തിലെത്തിക്കാൻ നീക്കവുമായി പോലീസ്. ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. രക്തസമ്മർദ്ദത്തിന് പുറമെ വൃക്കകളുടെ പ്രവർത്തനവും തകരാറിൽ. സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം ആരോഗ്യസ്ഥിതി വിലയിരുത്തി. അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ. BJP കോർ കമ്മിറ്റി യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ അതിരൂക്ഷ വിമർശനം. നേതൃയോഗത്തിലേക്ക് K സുരേന്ദ്രനെയും V മുരളീധരനെയും ക്ഷണിക്കാതിരുന്നത് എന്ത് മാനദണ്ഡത്തിലെന്ന് ചോദ്യം. ക്ഷണിച്ചില്ലെന്ന വാർത്ത നിഷേധിക്കാതെ K സുരേന്ദ്രൻ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തന്ത്രം അടിമുടി പാളിയെന്ന് കോർ കമ്മിറ്റി. ഭിന്നതയിൽ ഇടപെട്ട് ദേശീയ നേതൃത്വം. വിഭാഗീയത അനുവദിക്കില്ലെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അസൗകര്യങ്ങളെപ്പറ്റിയുള്ള ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം തുടങ്ങിയ ആരോഗ്യ വകുപ്പ്. ഡോക്ടർ ഹാരിസ് ഹസൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വിദഗ്ധ സമിതി മൊഴിയെടുത്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാലൊടിഞ്ഞ വയോധികയുടെ ശസ്ത്രക്രിയയ്ക്ക് ചെലവായത് 85,000 രൂപ. കൊല്ലം ആയൂർ സ്വദേശി ചെല്ലമ്മയുടെ ചികിത്സയ്ക്കായി സിറിഞ്ച് പോലും വാങ്ങി നൽകേണ്ടി വന്നുവെന്ന മകൻ 24നോട്. തൃശൂർ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവ്. തുന്നിക്കെട്ടിയ മുറിവിൽ നിന്ന് 5 മാസത്തിന് ശേഷം മരച്ചീള് കണ്ടെടുത്തു. വിവരമറിഞ്ഞത് വേദന മൂലം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ. കാസർഗോഡ് മഞ്ചേശ്വരത്ത് 11-കാരിക്ക് നേരെ പീഡന ശ്രമം. പ്രതി ഷെയ്ഖ് അഭയെ കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയെ കടയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതി. ഭാരതാംബ ചിത്ര വിവാദത്തിൽ കേരള സർവകലാശാലയിലുണ്ടായ സംഘർഷത്തിൽ രജിസ്ട്രാറെ കുറ്റപ്പെടുത്തി വൈസ് ചാൻസലറുടെ റിപ്പോർട്ട്. രജിസ്ട്രാർ ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന് VC. ചാൻസലറായ ഗവർണർക്ക് റിപ്പോർട്ട് കൈമാറി. ഉന്നതതല അന്വേഷണം വേണമെന്നും ആവശ്യം. റോഡിലെ കുഴിയിൽ വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ തൃശൂർ കോർപ്പറേഷനിൽ പ്രതിഷേധം. ആളി കത്തിച്ചു കോൺഗ്രസ്. കൗൺസിൽ യോഗത്തിനിടെ മേയറുടെ കസേരയിൽ റീത്ത് വയ്ക്കാൻ ഒരുങ്ങിയ അംഗങ്ങൾ. ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ മേയർ ടൂറിലായിരുന്നുവെന്ന വിമർശനം. അപകടത്തിൽ മരിച്ച വിഷ്ണുദത്തിന്റെ അമ്മ ചികിത്സയിൽ തുടരും.
ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിൽ നീതി കിട്ടിയില്ലെന്ന് കുടുംബം. പോലീസ് പ്രതിചേർത്ത യുവാവിനെ കോടതി വെറുതെ വിട്ടതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടും നടപടിയില്ലെന്ന ആക്ഷേപം. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും കുട്ടിയുടെ പിതാവ്. മലപ്പുറം പാങ്ങിലെ 1 വയസ്സുകാരന്റെ മരണകാരണം മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്നെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്ന ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാൻ പോലീസ്. ചികിത്സ ലഭിക്കാതെ കുഞ്ഞ് മരിച്ചെന്ന പരാതിയിൽ അന്വേഷണം തുടരുന്നു. കീം റാങ്ക് ലിസ്റ്റിൽ തമിഴ്നാട് മാതൃക സ്വീകരിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ആകെ മാർക്കിൽ സമീകരണം നടത്തിയാകും പ്രഖ്യാപനം. എല്ലാ പരീക്ഷാ ബോർഡുകളുടെയും മാർക്കുകൾ ഏകീകരിക്കും. പത്തനംതിട്ട തണ്ണിത്തോട് രക്തസ്രാവം വന്ന് ഗുരുതരാവസ്ഥയിലായ സ്ത്രീയെ ഔദ്യോഗിക വാഹനത്തിൽ ആശുപത്രിയിലെത്തിച്ചു പോലീസ്. തണ്ണിത്തോട് മൂഴി വിളിഞ്ചാൻ വീട്ടിൽ അമ്പിളിയെയാണ് പോലീസ് വാഹനത്തിൽ ആശുപത്രിയിലെത്തിച്ചത്. അമ്പിളിയെ കൊണ്ടുപോകാൻ ആംബുലൻസ് ലഭിച്ചിരുന്നില്ല. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ആയുധധാരികൾ കാറിന് നേരെ നടത്തിയ ആക്രമണത്തിൽ കുക്കി കമാൻഡർ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. സംഭവം ചുരച്ചൻപൂരിലെ മോങ്ജാങ് ഗ്രാമത്തിൽ. സംഘർഷമുണ്ടായത് കുക്കി സംഘടനകൾ തമ്മിലെന്ന് പോലീസ്. സ്ഥലത്ത് നിന്ന് വെടിയുണ്ടകൾ കണ്ടെടുത്തതായും വിവരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ അഹങ്കരിക്കാൻ UDF-ന് ഒന്നുമില്ലെന്ന് മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. ദേശാഭിമാനിൽ എഴുതിയ ലേഖനത്തിലാണ് വിമർശനം. ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ രോഗികളുടെ ദുരിതത്തിന് താൽക്കാലിക പരിഹാരം. ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് രോഗികളെ ചുമന്നു കയറ്റേണ്ട സ്ഥിതി വാർത്തയായതിന് പിന്നാലെ ലിഫ്റ്റിന്റെ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. വെള്ളാർമലയിൽ വില്ലേജ് ഓഫീസറെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായ 6 പേർക്കും ജാമ്യം. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി C ഷിഹാബ് ഉൾപ്പെടെയുള്ളവർക്കാണ് കൽപ്പറ്റ കോടതി ജാമ്യം അനുവദിച്ചത്. എറണാകുളം കോതമംഗലത്ത് ഒഴുക്കിൽപ്പെട്ട യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പൂഴംകുട്ടി ബ്ലാവനക്കടവിന് സമീപമാണ് ബസ് ജീവനക്കാരനായ ബിജുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കോഴിക്കോട് ചെറുവണ്ണൂരിൽ തെരുവുനായുടെ ആക്രമണത്തിൽ 2 സ്ത്രീകൾക്ക് പരുക്ക്. കാക്കച്ചിപ്പറമ്പിൽ സ്നേഹലത, എടോടിപ്പറമ്പിൽ സുധ എന്നിവർക്കാണ് കടിയേറ്റത്. വിവാദ പരാമർശവുമായി BJP MP സുധാൻഷു ത്രിവേദി. ഇന്ത്യക്ക് മതേതര രാജ്യമായി നിലനിൽക്കാൻ കഴിയില്ലെന്ന് പ്രതികരണം. ദേശീയ ചിഹ്നത്തിൽ അശോക ചക്രം ഹിന്ദു ചിഹ്നമെന്നും സുധാൻഷു ത്രിവേദി. യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അതിരൂക്ഷ വിമർശനം. മതസാമുദായിക സംഘടനകളോട് വിധേയത്വം പുലർത്തുന്ന കോൺഗ്രസിന്റെ സമീപനം അപകടകരം. ജവഹർലാൽ നെഹ്റുവിന്റെ ആശയങ്ങൾ ചില നേതാക്കൾ വെള്ളം ചേർക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത മതേതരത്വമാണ് വേണ്ടതെന്നും രാഷ്ട്രീയ പ്രമേയത്തിൽ പറയും. കൊച്ചിയിൽ മൃഗങ്ങളെ കടത്താൻ ശ്രമിച്ച ദമ്പതികൾ പിടിയിൽ. പത്തനംതിട്ട സ്വദേശി ജോബ്സൺ ജോയെയും ഭാര്യ ആര്യമോളെയുമാണ് നെടുമ്പാശ്ശേരി കസ്റ്റംസ് പിടികൂടിയത്. പ്രതികൾ നിലവിൽ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലാണ്. ബാങ്കോക്കിൽ നിന്നാണ് പ്രതികൾ കൊച്ചിയിൽ മൃഗങ്ങളെ എത്തിച്ചത്. കോട്ടയം ഈരാറ്റുപേട്ട പനയ്ക്കാപ്പാലത്ത് ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് രാമപുരം സ്വദേശികളായ വിഷ്ണു, രശ്മി എന്നിവർ. മൃതദേഹങ്ങൾക്ക് സമീപത്ത് നിന്നും സിറിഞ്ച് കണ്ടെടുത്തു. കയ്യിൽ സിറിഞ്ച് ടേപ്പ് ഉപയോഗിച്ച് കെട്ടിവെച്ച നിലയിലായിരുന്നു. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിനായി റിയാദ് ഗവർണർക്ക് ദയാഹർജി നൽകുമെന്ന് റിയാദിലെ നിയമസഹായ സമിതി. 19 വർഷത്തെ ജയിൽവാസവും ജയിലിലെ നല്ല നടപ്പും പരിഗണിച്ച് ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടും. മോചന ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അബ്ദുൾ റഹീമിന്റെ കുടുംബം. ഇനി നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. പാലക്കാട് അട്ടപ്പാടി ചീരക്കടവിൽ റോഡ് മുറിച്ചു കടന്ന് കാട്ടാനക്കൂട്ടം. RRT സംഘം സ്ഥലത്തെത്തി ആനക്കൂട്ടത്തെ തുരത്തി. കോഴിക്കോട് ബാലുശ്ശേരിയിൽ അപകടമുണ്ടാക്കിയ ബൈക്ക് യാത്രക്കാരെ കണ്ടെത്താൻ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പോലീസ്. ബാലുശ്ശേരി കോക്കല്ലൂരിൽ ഈ മാസം 17-നായിരുന്നു അപകടം. ആലപ്പുഴയിൽ സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റുകളും പണവും അടങ്ങിയ ബാഗ് കാണാതായി. എടത്ത സ്വദേശിയായ ലോട്ടറി ഏജന്റ് അലക്സാണ്ടറിന്റേതാണ് ബാഗ്. ലോട്ടറി കടയിലെ ജീവനക്കാരൻ സാമിന്റെ പക്കൽ നിന്നാണ് ബാഗ് നഷ്ടപ്പെട്ടത്. 5 ലക്ഷത്തിലധികം രൂപയുടെ സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റുകളും 50,000 രൂപയുമാണ് ബാഗിലുണ്ടായത്. പത്തനംതിട്ട കോന്നി മുക്കന്നൂർ പടിയിൽ വാഹനാപകടം. ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്.
കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ട ഷാജി പിടിയിൽ. കൊലപാതകം, മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതിയാണ് ഷാജി. വാഹനം ഓവർടേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ ട്രാവലർ യാത്രക്കാരെ പിക്കപ്പ് ഡ്രൈവറുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചതായി പരാതി. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലാണ് സംഭവം. പിക്കപ്പ് ഡ്രൈവർക്കും കണ്ടാലറിയാവുന്ന 8 പേർക്കുമെതിരെ കേസെടുത്തു. കൊല്ലം പള്ളിക്കമണ്ണടി പാലത്തിന് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. പാലത്തിന്റെ നിർമ്മാണ ചെലവ് 12 കോടി രൂപയാണ്. പുനലൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിട ഭാഗങ്ങൾ വാടകയ്ക്ക് നൽകാത്തതിനെ തുടർന്ന് കോടികളുടെ നഷ്ടം. കെട്ടിടത്തിന് നിർമ്മാണം പൂർത്തിയാകാത്തതിനാലാണ് വാടകയ്ക്ക് നൽകാൻ കഴിയാത്തതെന്നാണ് പരാതി. തിരുവല്ല കുമ്പഴ റോഡ് പുനരുദ്ധാരണം 2ാം ഘട്ടത്തിലേക്ക്. 7.2 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. വള്ളംകുളം മുതൽ കോഴഞ്ചേരി പാലത്തിന്റെ മാരാമൺ ഭാഗം വരെയാണ് 2ാം ഘട്ട നിർമ്മാണം. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് നിരക്കിൽ വർധന. ഇരുചക്ര വാഹനങ്ങളുടെ ഒരു മാസത്തെ നിരക്ക് 360 രൂപയിൽ നിന്ന് 600 രൂപയെ ഉയർത്തി. വർധന 8 വർഷത്തിനു ശേഷം. മാവേലിക്കര ജില്ലാ ആശുപത്രി വളപ്പിൽ തെരുവുനായ ശല്യം രൂക്ഷമായതോടെ ജീവനക്കാരും രോഗികളും ഭീതിയിൽ. ആശുപത്രി വളപ്പിലെ തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇടുക്കി നഴ്സിംഗ് കോളേജിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം നഷ്ടമായി. അംഗീകാരം നഷ്ടമായത് INC-യുടെ മാനദണ്ഡപ്രകാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിനെ തുടർന്ന്. അഴീക്കോട് മുനമ്പം പാല നിർമ്മാണ പ്രവർത്തികൾ വൈകുന്നു. മുനമ്പം ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടം നിലനിൽക്കുന്ന ഭൂമി സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നതിനെ തുടർന്നാണ് നിർമ്മാണം വൈകുന്നത്. LLM പരീക്ഷയിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ RAS നായർ. എറണാകുളം ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിയും പുനലൂർ ബാറിലെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് K സുരേഷ് ബാബുവിന്റെ മകളുമാണ് RAS നായർ. ഡോക്ടർ ശ്രീരേഖ പണിക്കർ രചിച്ച അഗ്നിച്ചിറകിലേറിയ ശക്തി സ്വരൂപിണിക എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്നു. പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്തു. മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാർ IAS പുസ്തകം പ്രകാശനം ചെയ്തു. SUT ഹോസ്പിറ്റലിലെ MD-യും CEO-യുമായ കേണൽ രാജീവ് മണ്ണാളി ആദ്യ പതിപ്പ് ഏറ്റു. തിരുവനന്തപുരത്തും കൊല്ലത്തും വമ്പൻ വിലക്കുറവുമായി ലുലു. ജൂലൈ 3 മുതൽ 6 വരെ 4 ദിവസം തിരുവനന്തപുരം ലുലു മാളിലും കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിയിലും കണക്റ്റിലും വമ്പൻ വിലക്കുറവോടെ ഷോപ്പിംഗ് നടത്താം. അന്തർദേശീയ ബ്രാൻഡുകൾ ഉൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങൾ പകുതി വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും. എല്ലാ വിഭാഗത്തിലുമുള്ള നിരവധി ഉൽപ്പന്നങ്ങളും വ്യത്യസ്തങ്ങളായ ഓഫറുകളുമുണ്ട്. എറണാകുളം ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് വിരമിച്ച ജോയിന്റ് ഡയറക്ടർ KJ ജോയ്ക്ക് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ജില്ലാ കളക്ടർ NSK ഉമേഷ് ഉപഹാരം നൽകി. ചടങ്ങിൽ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ വിധു A മേനോൻ അധ്യക്ഷനായി. ഇനി നോക്കാം പ്രധാന അറിയിപ്പ്. ചെങ്ങന്നൂർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് സെന്ററിലെ വിവിധ കോഴ്സുകളിലേക്ക് ഒഴിവ്. അടിസ്ഥാന യോഗ്യത SSLC. അപേക്ഷിക്കാനുള്ള അവസാന തീയതി അടുത്ത മാസം 10. പാലാ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് ഒഴിവ്. അഭിമുഖം ഈ മാസം 2. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ കായിക അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 11. പെരുമ്പാവൂർ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 2. ഇനി നോക്കാം ദേശീയ വാർത്ത. ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് പോയ കപ്പലിന് തീപിടിച്ചു. ഗൾഫ് ഓഫ് ഒമാനിൽ തീപിടിച്ച കപ്പലിൽ നിന്ന് 14 പേരെ സാഹസികമായി ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തി. തെലങ്കാന സംഗറെഡ്ഡി ജില്ലയിൽ മരുന്ന് നിർമ്മാണശാലയിൽ സ്ഫോടനം. 6 പേർ മരിച്ചതായി റിപ്പോർട്ട്. 20 പേർക്ക് പരിക്കേറ്റു. ഉത്തരാഖണ്ഡിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. ചാർധാം യാത്രയ്ക്കുള്ള നിയന്ത്രണങ്ങൾ നീക്കി. ഹരിയാന, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഒഡീഷ, ഗുജറാത്ത്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. 37% വോട്ടർമാരും യോഗ്യതാരേഖകൾ സമർപ്പിക്കേണ്ടി വരുമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശത്തിലാണ് എതിർപ്പ്. നിയമപരമായും രാഷ്ട്രീയമായും എതിർക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി.
കൊൽക്കത്ത കൂട്ടബലാത്സംഗ കേസിൽ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കാൻ നീക്കവുമായി പോലീസ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റേതാണ് നീക്കം. കേസിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തും. അമർനാഥ് തീർത്ഥാടനത്തിന്റെ ഭാഗമായി ജമ്മു കശ്മീരിൽ സുരക്ഷ ശക്തമാക്കി. പരിശോധനയ്ക്കായി നിരവധി ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു. മുംബൈയിൽ മസ്ജിദുകളിലെ ബാങ്ക് വിളി ആപ്പിലൂടെ കേൾക്കാം. ഓൺലൈൻ ആസാൻ ആപ്പിൽ മസ്ജിദുകൾക്ക് രജിസ്റ്റർ ചെയ്ത് തുടങ്ങി. ലൗഡ് സ്പീക്കർ നിരോധനം പോലീസ് ശക്തമാക്കിയതോടെയാണ് മാറ്റം. മണിപ്പൂരിൽ സർക്കാർ രൂപീകരിക്കാൻ BJP നീക്കം. BJP MLA-മാർ പ്രത്യേക യോഗം ചേർന്ന് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി. കനത്ത മഴയിൽ ഉത്തരാഖണ്ഡിൽ പലയിടത്തും മണ്ണിടിച്ചിൽ. ബദ്രിനാഥ് ദേശീയപാത തടസ്സപ്പെട്ടു. ഹിമാചൽ പ്രദേശിൽ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ്. മണ്ഡി, ഷിംല ഉൾപ്പെടെ 18 ഇടങ്ങളിലാണ് മുന്നറിയിപ്പുള്ളത്. കുപ്രസിദ്ധ ഹൈവേ കൊള്ളത്തലവനെ ഉത്തർപ്രദേശിൽ ഏറ്റുമുട്ടലിൽ വധിച്ചു. ഹരിയാന സ്വദേശി സന്ദീപാണ് കൊല്ലപ്പെട്ടത്. കാൺപൂരിൽ 4 കോടി രൂപയുടെ ട്രക്ക് കൊള്ളക്കേസിൽ മുഖ്യ പ്രതിയാണ് സന്ദീപ്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യയിലെ ഇസ്രായേൽ വക്താവിന്റെ ആദ്യ പ്രതികരണം 24-ന്. ഇസ്രായേലിലെ ഇന്ത്യക്കാർ സുരക്ഷിതരെന്ന് ഇസ്രായേൽ വക്താവ് ഗൈനർ 24-നോട് പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ ചരിത്രപരമായ നടപടിയെന്നും ഗൈനർ പറഞ്ഞു. ഇന്ത്യൻ യുവതി അമേരിക്കയിൽ കാണാതായി. വിവാഹത്തിനായി US-ലെത്തിയ യുവതിയാണ് ഈ മാസം 26-ന് കാണാതായത്. യുവതിയെ കണ്ടെത്താൻ അമേരിക്കൻ പോലീസ് ശ്രമങ്ങൾ തുടങ്ങി. US-ലേക്ക് കടക്കാൻ വിവാഹം അറിയാക്കിയതാണോ എന്ന് സംശയിക്കുന്നതായും പോലീസ്. ഇനി നോക്കാം രാജ്യാന്തര വാർത്ത. ഗസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. 72 പേർ കൊല്ലപ്പെട്ടു. ഗസ നഗരത്തിലും വടക്കൻ പ്രദേശത്തും കുറഞ്ഞത് 47 പേർ കൊല്ലപ്പെട്ടു. സെർബിയയിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തം. പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്ത് പോലീസ്. പ്രതിഷേധം സെർബിയൻ തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ടു. യൂറോപ്പിൽ ഉഷ്ണതരംഗം. സ്പെയിനിൽ 46 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി. നേപ്പാളിൽ ഭൂചലനം 3.9 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. തായ്വാൻ തീരത്ത് സുരക്ഷ ശക്തമാക്കി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം. തായ്വാൻ തീരത്ത് നിന്ന് അനധികൃത കപ്പലുകൾ പിടിച്ചെടുത്തു. ഗ്രീസിൽ കാട്ടുതീ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ അധികൃതർ ജനങ്ങൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. 100 ന്യൂസ് തുടരുന്നു. ഇനി നോക്കാം ബിസിനസ് വാർത്തകൾ. നയാര എനർജിയിലെ ഓഹരികൾ വിൽക്കുന്നതിനായി റഷ്യൻ PJSC റോസ്നെഫെറ്റ് ഓയിൽ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രിയുമായി പ്രാരംഭ ചർച്ചകൾ നടത്തിവരികയാണെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. 49.13% ഓഹരികൾ വിൽക്കുന്നതായാണ് ചർച്ചകൾ നടക്കുന്നത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി അദാനി പവർ ലിമിറ്റഡിനെ സമീപിച്ചു. 6 ടർബൈനുകൾ നിർമ്മിക്കുന്നതിനുള്ള പുതിയ ഓർഡറുകൾ അദാനി പവർ ലിമിറ്റഡുമായി ധാരണയായി. റോൾസ് റോയ്സിന്റെ പുതിയ കാറായ സ്പെക്ടർ ബ്ലാക്ക് ബാഡ്ജ് ഇന്ത്യയിൽ പുറത്തിറങ്ങി. 9.5 കോടി രൂപയാണ് എക്സ് ഷോറൂം വില. മെഴ്സിഡസ് ബെൻസ് ഇന്ത്യ തെരഞ്ഞെടുത്ത മോഡലുകളുടെ വില ഉടനടി പ്രാബല്യത്തിൽ വരും. 3.70 ലക്ഷം രൂപ വരെയുള്ള വർധന ഇ ക്ലാസ്, GLA, GLC എന്നിവയ്ക്ക് ബാധകമാണ്. ടാറ്റ ഹാരിയർ EV ഇന്ത്യയിൽ പുറത്തിറങ്ങി. എക്സ് ഷോറൂം വില 28.99 ലക്ഷം രൂപ മുതൽ. ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങി കിയ കാരൻസ് ക്ലാവിസ് EV. ഇന്ത്യൻ വിപണിയിൽ പുറത്തിറങ്ങുക അടുത്ത മാസം 15. ഇനി നോക്കാം കായിക വാർത്തകൾ. ഫിഫ ക്ലബ്ബ് ലോക ഫുട്ബോളിൽ തകർപ്പൻ ജയത്തോടെ ബയേൺ മ്യൂണിക് ക്വാർട്ടറിൽ 2-നെതിരെ 4 ഗോളിന് ഫ്ലമംഗോയെ തോൽപ്പിച്ചു. ഹാരി കെയ്ൻ ഇരട്ട ഗോൾ നേടി. ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യപ്പെട്ട് ഇന്റർ മിലാൻ ഇന്നിറങ്ങും. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ ഫ്ലുമിൻഡസ്. ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യപ്പെട്ട് മാഞ്ചസ്റ്റർ സിറ്റി കളത്തിലേക്ക്. ഇന്ത്യൻ സമയം നാളെ രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ അൽ ഹിലാൽ. ബ്രസീലിയൻ താരം കാസമീറോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടില്ല. സൗദി ക്ലബ്ബുകളുടെ ഓഫറുകൾ തള്ളി.
ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിനായി ഇന്ത്യൻ ടീം കഠിന പരിശീലനത്തിൽ. ബുധനാഴ്ച എഡ്ജ് ബാസ്റ്റലിലാണ് രണ്ടാം ടെസ്റ്റ്. ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ജയിച്ചിരുന്നു. നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്ത. മേനെ പ്യാർ കിയയിലെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. ചിത്രത്തിന്റെ സംവിധായകൻ ഫൈസൽ ഫസ്രുദ്ദീൻ. ചിത്രീകരണം പൂർത്തിയായി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അണിയറ പ്രവർത്തകർ. മലയാള ചിത്രം ഫ്ലാസ്കിലെ വീഡിയോ ഗാനം പുറത്ത്. സൈജു കുറുപ്പാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ഗാനം ആലപിച്ചിരിക്കുന്നത് അരുണ മേരി ജോർജ്. ഉടുമ്പൻചോല വിഷൻ ചിത്രത്തിലെ മെമ്മറി ബ്ലൂസ് എന്ന ഗാനം റിലീസായി. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ഗോപി സുന്ദറാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഗാനം ആലപിച്ചിരിക്കുന്നത് സൂരജ് സന്തോഷ്. റീ റിലീസിന് ഒരുങ്ങി ഉദയനാണ് താരം. ചിത്രം അടുത്ത മാസം 18-ന് റീ റിലീസിന് ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. സുരേഷ് ഗോപി നായകനായി എത്തിയ കമ്മീഷണർ റീ റിലീസിന് ഒരുങ്ങുന്നു. 4Kയിൽ ഡോൾബി അറ്റ്മോസിലാണ് കമ്മീഷണർ വീണ്ടും ബിഗ് സ്ക്രീനിൽ തിരിച്ചെത്തുന്നത്. തെലുങ്ക് ചിത്രം ഹരിഹര വീര മല്ലുവിന്റെ അപ്ഡേഷൻ പുറത്ത്. ചിത്രത്തിന്റെ തിയേറ്ററിക്കൽ ട്രെയിലർ ജൂലൈ 3-ന് പുറത്തുവിടുമെന്നാണ് പുതിയ അപ്ഡേറ്റ്. പ്രചരിക്കുന്നതിലെ വസ്തുത പരിശോധിക്കാം. ഫാക്ട് ചെക്ക്. ഇറാൻ ആണവ പരീക്ഷണം നടത്തുന്നു എന്ന തരത്തിൽ ചിത്രം പ്രചരിക്കുന്ന ചിത്രം AI ഉപയോഗിച്ചുള്ളതാണെന്നാണ് കണ്ടെത്തി. നാളെ അറിയാം. പാലക്കാട് സത്യസായി കമ്മ്യൂണിറ്റി സെന്ററിൽ നാളെ സൗജന്യ ത്വക്ക് രോഗ പരിശോധന ക്യാമ്പ് നടത്തും. നാളെ വൈകിട്ട് 4:45-നാണ് ക്യാമ്പ്. മരുന്ന് വിതരണം ഉണ്ടായിരിക്കും. കോഴിക്കോട് തിരുവമ്പാടി, മുത്തപ്പൻപുഴ, മടിപ്പുഴ, കരിമ്പ് എന്നിവിടങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. നിയന്ത്രണം രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ. പത്തനംതിട്ട തിരുവല്ല YMCAയുടെ മാമ്പഴ ചക്ക മേളയും കാർഷിക വിപണന മേളയും നാളെ തുടങ്ങും. 20-ൽ പരം വിവിധ മാമ്പഴങ്ങളുടെ പ്രദർശനവും വിപണനവും നടക്കും. വയനാട് കൽപ്പറ്റയിൽ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘത്തിന്റെ സിവിൽ സ്റ്റേഷൻ മാർച്ചും ധർണയും നാളെ. രാവിലെ 10-ന് സംസ്ഥാന സെക്രട്ടറി വിനോദ് കണ്ണൂർ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കോടഞ്ചേരി ഉല്ലാസ് നഗർ, വളയത്തിൽ പടി, ഉരുപ്പങ്ങൾ എന്നിവിടങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. നിയന്ത്രണം രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെ. ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന മരണത്തിൽ മുൻ ഡീനും ഹോസ്റ്റൽ വാർഡനും അച്ചടക്ക നടപടി നേരിടണമെന്ന് ഹൈക്കോടതി. സർവകലാശാല നടപടി ചോദ്യം ചെയ്ത് മുൻ ഡീൻ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. ചെങ്ങന്നൂരിനും മാവേലിക്കരയ്ക്കും ഇടയിൽ ട്രാക്കിൽ മരം വീണ് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനായത് 3.5 മണിക്കൂറിന് ശേഷം. സിനിമാ വിതരണക്കാരുടെ സംഘടനയായ ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റായി വീണ്ടും ലിസ്റ്റിൻ സ്റ്റീഫൻ. തുടർച്ചയായി 3-ാം തവണയാണ് ലിസ്റ്റിൻ സംഘടനയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. ഭാരവാഹികളെ പ്രഖ്യാപിച്ചത് ഇന്ന് നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ. 100 ന്യൂസ് പൂർണ്ണമാകുന്നു.